ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ഇത് ലഞ്ചിന് പറ്റിയ വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് സാധാരണ കീരയൊക്കെ വീട്ടിൽ കിട്ടാറുണ്ടല്ലേ? ഒന്നുകിൽ നമ്മുടെ വീട്ടിൽ കാണും, ഇല്ലെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കീര വാങ്ങിക്കാറുണ്ട്. സാധാരണ നമ്മൾ കീര എന്താ ചെയ്യാറ്? ഒന്നുകിൽ ഒരു തോരൻ തയ്യാറാക്കും, ഇല്ലെങ്കിൽ കീരയുടെ തണ്ട് കൊണ്ട് നമ്മൾ ഒരു കറി വെക്കും. പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വെറൈറ്റി ആയിട്ട് നമുക്ക് ആ കീരയുടെ ഇല കൊണ്ട് നമുക്ക് ഒരു കറി തയ്യാറാക്കിയാലോ? അതും നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. നമ്മുടെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഒരു കൈപ്പിടി അളവ് കീര മാത്രം മതി. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഒരു തൈ കീര ഉണ്ടെങ്കിൽ മതി നമുക്ക് ഈ കറി സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ നമുക്ക് വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി തന്നെ നമുക്ക് തയ്യാറാക്കാം. വളരെ സിമ്പിൾ ആണ്. നമുക്ക് ചോറിനോടൊപ്പം ഒന്ന് മാത്രമല്ല കേട്ടോ, ഈവൻ ചപ്പാത്തിയോടൊപ്പം പോലും നമുക്ക് ഈ കറി ഒരു സൈഡ് ഡിഷ് ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് കേട്ടോ. സവാളയിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, അപ്പൊ ആ വെള്ളത്തിൽ തന്നെ നമുക്ക് ഇതൊന്ന് അരച്ചെടുത്താൽ മതി. അപ്പൊ ഞാൻ ഇവിടെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് കറി തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് രണ്ടും ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാമേ. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ. അപ്പൊ സവാള ചെറുതായിട്ട് ഒന്ന് വഴണ്ടി വന്ന സമയത്ത് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതൊന്ന് മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാമേ. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു കൈപ്പിടി അളവ് കീര ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി തയ്യാറാക്കാം കേട്ടോ. ചപ്പാത്തിയോടൊപ്പം ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും സാധിക്കേ. അപ്പൊ ഞാൻ എന്താ ഇവിടെ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ച ചുവയൊക്കെ ഒന്ന് മാറി വന്ന സമയത്ത് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കതങ്ങ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിക്കുന്നതും ഉള്ളിയൊക്കെ നമ്മൾ പച്ചക്കരച്ചാണ് കേട്ടോ ഇട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ. അപ്പൊ തീ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതിന്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഈ ചാറൊക്കെ നല്ലോണം ഒന്ന് കുറുകി വരണേ. അപ്പൊ ചാറൊക്കെ ഒന്ന് കുറുകി വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിയൊക്കെ ഒന്ന് റെഡിയായി വരുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ കറിയെല്ലാം നല്ലോണം ഒന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കീര ഇട്ട് കൊടുക്കാം. അപ്പൊ ഞാൻ ഇവിടെ ഒരു പച്ചക്കീരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടല്ലോ, ഇത് ഒരു കൈപ്പിടി അളവ് കീരയേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമുക്കത് കറിയിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാമേ. എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാമേ. തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിക്കണേ കേട്ടോ. അപ്പൊ 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം ഇത് ഓപ്പൺ ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടല്ലോ, അപ്പൊ കറിയും കീരയും എല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി നമുക്ക് പിഴിഞ്ഞ് ഇതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ ഒരു 1/4 കപ്പ് വെള്ളത്തില് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഇട്ട് കൊടുത്തതാണ്. അപ്പൊ അത് നമുക്ക് ഇതേപോലെ അങ്ങ് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് തിളയ്ക്കാനായിട്ട് വെക്കാമേ. അപ്പൊ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കണ്ടല്ലോ, കറിയെല്ലാം നല്ലോണം കുറുകി എണ്ണയൊക്കെ നല്ലോണം അങ്ങ് തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കീര കൊണ്ടുള്ള ഒരു കറിയാണ് കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. ഒരു കൈപ്പിടി അളവ് കീര ഉണ്ടെങ്കിൽ നമുക്ക് ഈ കീരക്കറി തയ്യാറാക്കാം കേട്ടോ. ഇതിൽ പച്ചക്കീര എന്നല്ല, ചുവപ്പ് കീര എടുക്കാം, പാലക്കീര ഉണ്ടല്ലോ, അതേപോലെ ഏത് വെറൈറ്റി ആയിട്ടുള്ള കീര ഉണ്ടെങ്കിലും നമുക്ക് ഈ കറി തയ്യാറാക്കാം കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ചോറിനോടൊപ്പം ചപ്പാത്തിയോടൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൈഡ് ഡിഷ് ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. ഈ ഒരു കറിയും ഒരു പാത്രം ചോറും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചോറ് കഴിക്കാം കേട്ടോ. വേറെ ഒരു സൈഡ് ഡിഷിന്റെ ആവശ്യമില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്ക് കമന്റ്